നമസ്കാരം, വെഹിക്കിൾ ഇൻഫോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന മലിനീകരണ നിരോധന ചട്ടങ്ങൾ ഇന്ത്യയിലെ ഡീസൽ വാഹന വിപണിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നതിൽ തർക്കമില്ല. മാരുതി സുസുക്കി മുതൽ ടാറ്റ വരെയുള്ള കാർ നിർമ്മാതാക്കൾ തങ്ങളുടെ ചെറിയ ഡീസൽ കാറുകൾ നവീകരിക്കലെന്ന് ഇതിനാൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാറിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ ഘടനയെ ഇത് തകർക്കുമെന്നാണ് കാരണം. കൂടാതെ പെട്രോൾ, ഡീസൽ വിലകൾ പരസ്പരം അടുത്തു നിൽക്കുന്നതും ഉപഭോക്താക്കളെ ഡീസൽ വാഹനങ്ങളിൽ നിന്ന് അകറ്റുന്നു. എങ്കിലും കരുത്തേറിയ എഞ്ചിൻ, ഇന്ധനക്ഷമത, നല്ല റീസെയിൽ വാല്യൂ എന്നിവയെല്ലാം ഡീസൽ വാഹനങ്ങളിലേക്ക് വാഹനപ്രേമികളെ അടുപ്പിക്കുന്നു. അതിനാൽ ഇന്ത്യയിൽ വിൽപ്പനക്കെത്തുന്ന ഏറ്റവും ഇന്ധനക്ഷമതയുള്ള 10 ഡീസൽ കാറുകൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് മാരുതി സുസുക്കി ഡിസയർ. ഇന്ധനക്ഷമതയുടെ കാര്യത്തിൽ മാരുതിയുടെ കാറായ ഡിസയറാണ് കേമൻ. ഭാരം കുറഞ്ഞ ബോഡിയും 75 bhp ഉൽപ്പാദിപ്പിക്കുന്ന 1.3 ലിറ്റർ എഞ്ചിനുമാണ് ഡിസയറിൻ്റെ മൈലേജിൻ്റെ രഹസ്യം. 1 ലിറ്ററിൽ 28.4 കിലോമീറ്റർ മൈലേജ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഏകദേശം 19-20 കിലോമീറ്റർ മൈലേജ് വാഹനത്തിന് ലഭിക്കും. മാരുതിയുടെ കോമ്പാക്ട് സെഡാനായ ഡിസയറിന് വിപണിയിൽ ഹോണ്ട അമേസ്, ഫോർഡ് ആസ്പിയർ, ഹ്യുണ്ടായി ആക്സെന്റ് എന്നിവയാണ് എതിരാളികൾ. 6,72,000 രൂപ മുതൽ 9,58,000 രൂപ വരെയാണ് കാറിൻ്റെ എക്സ്-ഷോറൂം വില. രണ്ടാമത്തെ വാഹനം മാരുതി സുസുക്കി സ്വിഫ്റ്റ്. കോമ്പാക്ട് സെഡാനായ ഡിസയറിനെ പോലെ തന്നെ ഏറ്റവും ഇന്ധനക്ഷമത തരുന്ന മാരുതിയുടെ മറ്റൊരു ഡീസൽ വാഹനമാണ് സ്വിഫ്റ്റ്. ലിറ്ററിന് 28.4 കിലോമീറ്ററാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന മൈലേജെങ്കിലും 19.3 കിലോമീറ്ററാണ് വാഹനത്തിന് ലഭിക്കുന്ന മൈലേജ്. ഡിസയറിൻ്റെ അതേ എഞ്ചിനും ഗിയർ ബോക്സും ഘടനയും തന്നെയാണ് ഹാച്ച് ബാക്ക് പതിപ്പായ സ്വിഫ്റ്റിനും മാരുതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹ്യുണ്ടായി ഗ്രാൻഡ് ഐ10, ഫോർഡ് ഫിഗോ എന്നിവയാണ് ഈ ശ്രേണിയിലെ സ്വിഫ്റ്റിൻ്റെ എതിരാളികൾ. 7,03,000 രൂപ മുതൽ 8,89,000 രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ വില. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും മാരുതിയുടെ മറ്റൊരു വാഹനം തന്നെയാണ്, മാരുതി സിയാസ്. സെഡാൻ ശ്രേണിയിൽ വരുന്ന മാരുതിയുടെ പ്രീമിയം വാഹനമാണ് സിയാസ്. 1.3 ലിറ്റർ മിൽഡ് ഹൈബ്രിഡ് എഞ്ചിനും 1.5 ലിറ്റർ DDIS 225 എഞ്ചിനും വാഹനത്തിൽ ലഭ്യമാണ്. ലിറ്ററിന് 27.39 കിലോമീറ്റർ മൈലേജ് കമ്പനി വാഗ്ദാനം ചെയ്യുമ്പോൾ 18.15 കിലോമീറ്റർ മൈലേജ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട്. കടുത്ത മത്സരമുള്ള ശ്രേണിയിൽ ഹ്യുണ്ടായി വെർണ, ഹോണ്ട സിറ്റി എന്നിവയാണ് മാരുതി സിയാസിൻ്റെ പ്രധാന എതിരാളികൾ. വാഹനത്തിൻ്റെ ഡീസൽ പതിപ്പിന് 9,20,000 രൂപ മുതൽ 11,38,000 രൂപ വരെയാണ് എക്സ്-ഷോറൂം വില വരുന്നത്. നാലാം സ്ഥാനത്തും നിൽക്കുന്നത് മാരുതിയുടെ മറ്റൊരു വാഹനം തന്നെയാണ്, മാരുതി സുസുക്കി ബലെനോ. ഏറ്റവും കൂടുതൽ ഇന്ധനക്ഷമതയുള്ള പെട്രോൾ കാറുകളുടെ പട്ടികയിൽ ബലെനോയ്ക്ക് ഇടം നേടിക്കൊടുത്തത് അതിൻ്റെ BS4 നിലവാരത്തിലുള്ള 1.3 ലിറ്റർ മിൽഡ് ഹൈബ്രിഡ് എഞ്ചിനാണ്. 27.39 കിലോമീറ്റർ മൈലേജ് കമ്പനി പറയുമ്പോൾ 18.15 കിലോമീറ്റർ മൈലേജ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു. ഡിസയറിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ എഞ്ചിനും ഗിയർ ബോക്സ് ഘടനയുമാണ് ബലെനോയ്ക്കുമുള്ളത്. ഹോണ്ട ജാസ്, ഹ്യുണ്ടായി i20, ടാറ്റയുടെ വരാനിരിക്കുന്ന ആൾട്രോസ് എന്നിവയുമാണ് ബലെനോയുടെ പ്രധാന എതിരാളികൾ. അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹോണ്ട ജാസ്. ഹ്യുണ്ടായി i20, മാരുതി ബലെനോ എന്നീ വാഹനങ്ങൾക്കുള്ള ഹോണ്ടയുടെ ഉത്തരമാണ് ജാസ്. 1.5 ലിറ്റർ എഞ്ചിനിൽ 98.6 bhp കരുത്താണ് ജാസിന് ലഭിക്കുന്നത്. കൂടാതെ 6 സ്പീഡ് ഗിയർ ബോക്സാണ് ഹോണ്ട ജാസിന് നൽകിയിരിക്കുന്നത്. ലിറ്ററിന് 27.3 കിലോമീറ്റർ മൈലേജ് പറയുന്നുണ്ടെങ്കിലും 17.1 കിലോമീറ്റർ മൈലേജ് ജാസിന് ലഭിക്കും. പ്രീമിയം ഹാച്ച് ബാക്കായ ഹോണ്ട ജാസിൻ്റെ ഡീസൽ പതിപ്പിന് 8,12,000 രൂപ മുതൽ 9,40,000 രൂപ വരെയാണ് ഈ വാഹനത്തിന് വില വരുന്നത്. ഒക്ടോബറിൽ ടോക്കിയോ മോട്ടോർ ഷോയിൽ അടുത്ത തലമുറ ജാസ് ഹോണ്ട അവതരിപ്പിക്കും. ആറാം സ്ഥാനത്ത് നിൽക്കുന്നതും ഹോണ്ടയുടെ മറ്റൊരു വാഹനമാണ്, ഹോണ്ട അമേസ്. കോമ്പാക്ട് സെഡാൻ്റെ ശ്രേണിയിൽ മികച്ച വിൽപ്പനയുള്ള വാഹനമാണ് ഹോണ്ടയുടെ അമേസ്. ജാസ്,
സിറ്റി എന്നീ കാറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന 1.5 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് അമേസിലും ഉപയോഗിച്ചിരിക്കുന്നത്. 6 സ്പീഡ് CVT ഗിയർ ബോക്സ് ഓപ്ഷനാണ് അമേസിൻ്റെ പ്രത്യേകത. 27.4 കിലോമീറ്റർ മൈലേജ് കമ്പനി വാഗ്ദാനം ചെയ്യുമ്പോൾ 19.67 കിലോമീറ്റർ മൈലേജ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട്. 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് ടാറ്റയുടെ തിയാഗോ. തിയാഗോയുടെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഏറ്റവും ചെറിയ എഞ്ചിനാണെങ്കിലും 70 bhp കരുത്തിൽ 140 Nm ടോർക്ക് വാഹനം ഉൽപ്പാദിപ്പിക്കും. ഹൂണ്ടായ് സാൻഡ്രോ, മാരുതി സെലേറിയോ എന്നീ വാഹനങ്ങളാണ് ഈ ശ്രേണിയിൽ ടിയാഗോയുടെ എതിരാളികൾ. ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന കൃത്യമായ മൈലേജ് കണക്കുകൾ ലഭ്യമല്ലെങ്കിലും 27.2 കിലോമീറ്റർ മൈലേജാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. 5,25,000 രൂപ മുതൽ 6,62,000 രൂപ വരെയാണ് വാഹനത്തിൻ്റെ വില. ഉയർന്ന ക്യാബിൻ ഏരിയയും മികച്ച ഡ്രൈവിംഗ് നിലവാരവും കാറിൻ്റെ സവിശേഷതകളാണ്. ഈ ശ്രേണിയിൽ 7ാം സ്ഥാനത്തുള്ളത് ഫോർഡ് ആസ്പിയർ. ഫോർഡിൻ്റെ ഏറ്റവും ചെറിയ ഡീസൽ എഞ്ചിനായ 1.5 ലിറ്റർ എഞ്ചിനാണ് ആസ്പിയറിന് കമ്പനി നൽകിയിരിക്കുന്നത്. ഫിഗോ, ഫ്രീസ്റ്റൈൽ, ഇക്കോസ്പോർട്ട് എന്നിവയിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിനാണ് ഈ വാഹനത്തിനും കമ്പനി നൽകിയിരിക്കുന്നത്. എഞ്ചിൻ മികച്ച ഹാൻഡ്ലിംഗ് സജ്ജീകരണങ്ങളും ആസ്പിയറിൻ്റെ സവിശേഷതകളാണ്. ലിറ്ററിന് 26.1 കിലോമീറ്റർ മൈലേജാണ് കമ്പനി പറയുന്ന വാഗ്ദാനം. 6,89,000 രൂപ മുതൽ 8,52,000 രൂപ വരെയാണ് ആസ്പിയറിൻ്റെ വില. ശ്രേണിയിൽ 9ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹോണ്ടയുടെ മറ്റൊരു വാഹനമാണ് ഹോണ്ട സിറ്റി. ഹോണ്ടയുടെ 1.5 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് സിറ്റിയിലും കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. ലിറ്ററിന് 25.6 കിലോമീറ്റർ മൈലേജ് കമ്പനി വാഗ്ദാനം ചെയ്യുമ്പോൾ 16.85 കിലോമീറ്ററാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന മൈലേജ്. വാഹനത്തിൻ്റെ ഏറ്റവും കൂടിയ പതിപ്പിന് മികച്ച സജ്ജീകരണങ്ങളുണ്ടെങ്കിലും ഈ വാഹനം ശ്രേണിയിലുള്ള മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സിറ്റിയുടെ വില വളരെ കൂടുതലാണ്. വിശാലവും സൗകര്യപ്രദവുമായ ക്യാബിന് പേരുകേട്ട സിറ്റിയുടെ ഡീസൽ മോഡലിന് 11,11,000 രൂപ മുതൽ 14,16,000 രൂപ വരെയാണ് എക്സ്-ഷോറൂം വില. ശ്രേണിയിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫോർഡ് ഫിഗോ. ഫോർഡ് ആസ്പിയറിൽ ഉപയോഗിച്ചിരിക്കുന്ന 1.5 ലിറ്റർ എഞ്ചിനാണെങ്കിലും ഫിഗോയ്ക്ക് ആസ്പിയറിൻ്റെ അത്രയും ഇന്ധനക്ഷമത ലഭിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഫിഗോയ്ക്ക് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന മൈലേജ് 25.5 കിലോമീറ്ററാണ്. 6,13,000 രൂപ മുതൽ 7,55,000 രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം വില. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. കൂടുതൽ വാഹന സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.